ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു കാലത്ത് മലയാളം സിനിമയുടെ ഇതിഹാസ നായകനായിരുന്ന നമ്മുടെയൊക്കെ ഏറെ പ്രിയപ്പെട്ട നടൻ സുരേഷ് ഗോപി. അദ്ദേഹം ഇത്രയും തരം താഴരുതായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിച്ച് മലയാളം സിനിമയിൽ സജീവമാകുന്നതിൽ നല്ലത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. താങ്ക് യു. ഒരാൾ മൈക്ക് എടുത്ത് സുരേഷ് ഗോപിക്ക് സ്വാഗതം എന്ന് പറയും. പറഞ്ഞിട്ട് ആ മൈക്ക് സുരേഷ് ഗോപിക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? തൊട്ടടുത്ത ഡ്രൈവർ എപ്പോഴും സാനിറ്റൈസർ കരുതി വെച്ചിരിക്കുകയാണ്. സാനിറ്റൈസർ എടുത്ത് അത്രയും ജനങ്ങൾ നോക്കി നിൽക്കുക ആ മൈക്ക് ക്ലീൻ ചെയ്യും, പബ്ലിക്കായി ക്ലീൻ ചെയ്യും. തൊട്ട് മുമ്പ് സ്വാഗത പ്രസംഗം പറഞ്ഞ മനുഷ്യനുണ്ടാവുന്ന ഇൻസൾട്ട് എന്താണ്? ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കേണ്ടി വരുന്നു. സാധാരണ കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും, കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ തന്നെ കൈയിന് കാണിക്കും, സാനിറ്റൈസർ വരും. ഒരു വീഡിയോ അല്ലേ, സദ്യക്ക് പപ്പടം വിളമ്പിപ്പോ പപ്പടം കൊടുത്ത സദ്യക്ക് കൈ കൊണ്ട് പപ്പടം എടുത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ വെക്കുകയാണ്. കൈ കൊണ്ടാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ആ കൈ കൊണ്ട് എടുത്ത് വെച്ചിട്ടില്ല. അത് അദ്ദേഹം നൈസായി എടുത്ത് കെ സുരേന്ദ്രന്റെ ഇലയിൽ വെച്ചു. കെ സുരേന്ദ്രൻ അതിന് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് കാണാം, കെ സുരേന്ദ്രൻ തൊട്ടെടുത്തിരിക്കുകയാണ്. സുരേന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ആ പപ്പടം തിരിച്ചവിടെ വെച്ചു. കാണാൻ പറ്റും. അപ്പൊ കൈകൊണ്ട് തൊട്ട ഭാഗം കഴിക്കാനുള്ള മടിയാണ്. പിന്നെ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി നടന്നു വരുമ്പോ ഉറക്കെ വിളിച്ചു പറയണം, മുന്നിൽ നിൽക്കുന്ന എല്ലാവരോടും മാറാൻ പറയൂ, കാരണം നടന്നു പോകുമ്പോൾ ആരുടെ അദ്ദേഹം തട്ടാൻ പാടില്ല. ഇങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജനങ്ങൾക്കിടെ പ്രവർത്തിക്കുക? ആളുകൾ വരുമ്പോൾ ഒരു സ്ത്രീ വന്ന് ഇദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് തൊഴുമ്പോൾ അദ്ദേഹത്തിന് ആകെ ടെൻഷൻ ആവുകയാണ്. ഞാൻ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതും ചെയ്തുമ്പോൾ അവരോട് ചൂടാവുകയാണ്. ഒരു പാവ സ്ത്രീ. അപ്പൊ ജനങ്ങൾക്ക് നിവേദനമായിട്ട് വരുന്ന മനുഷ്യരോട് ഇങ്ങനെ കാണിക്കും. തുടർന്ന് എൻ്റെ അടുത്ത് നിവേദനമായിട്ട് അടുത്ത് വരാൻ പാടില്ല, നിവേദനം തരാൻ പാടില്ല. ആൾക്കാരെ ഈ വരന്തരപ്പള്ളി, തൃശ്ശൂരിലെ വരന്തരപ്പള്ളിയിൽ 4 പേര് എന്തുകൊണ്ടാണ് പോയി പിറ്റേ ദിവസം കോൺഗ്രസിൽ ചേർന്ന്, പിറ്റേ ദിവസം